മമ്മൂക്കനെ AI വഴിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നില്ല. ഈ സിനിമ കാണാൻ വരുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തിയേറ്ററിൽ നിന്ന് തന്നെ അറിയുക എന്നുള്ളതാണ്. ഫസ്റ്റ് മെറ്റീരിയൽ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയം മുതൽ ഈ പറഞ്ഞൊരു ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയ്ക്ക്. നമുക്ക് ഒരാളുടെ പോലും മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. ഈ സിനിമയുടെ കഥ വരുന്ന സമയത്ത് തന്നെ ആദ്യം വന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആസിക്കയാണ്. ഈ സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു. ഞാൻ പ്രീസ്റ്റിന് മുമ്പ് ആലോചിച്ചൊരു കഥയാണത്. പക്ഷെ അന്ന് ഇത് നടത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആദ്യ സിനിമയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നില്ല. പിന്നെ ഒത്തിരി ടെക്നോളജി ഇതിലേക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം ഒരുപാട് പേരുടെ അനുമതികൾ വേണ്ട ഒരു സിനിമയാണ്. എനിക്ക് ആദ്യ സിനിമയ്ക്ക് ഇത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. എല്ലാവരും തമിഴിലേക്ക് പോകുന്നുണ്ട്, വേറെ ഭാഷകളിലേക്ക് പോയി അഭിനയിക്കുന്നത്. ആസിഫിക്ക് എന്താ പോവാത്തത്? വിളിക്കാനാണോ പോകാനാണോ? രണ്ടും ഉണ്ട്. എനിക്ക് വിളി വന്ന സമയത്ത് അതിനേക്കാൾ നല്ല സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ട്. ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ മാർക്കറ്റ് വലുതാക്കണം, എൻ്റെ ബിസിനസ് വലുതാക്കണം. അപ്പം സ്വാഭാവികമായിട്ടും അന്യഭാഷകളിലും കൂടെ ഞാൻ പരിചിതനാവണം. പക്ഷെ എനിക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് അവിടെ പറ്റും. കാര്യം ഞാൻ ജനിച്ച് വളർന്ന് സംസാരിക്കുന്ന എൻ്റെ ഭാഷ, അത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഈസിനെസ് എത്രത്തോളം എനിക്ക് മറ്റൊരു ഭാഷയിൽ കിട്ടും എന്നുള്ള പേടി എനിക്കുണ്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ 2024 എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു നല്ല കാലമായിരുന്നു. ഒരുപാട് നല്ല സിനിമകളാണ് നമ്മൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി നമുക്കായി സമ്മാനിച്ചത്. 2025 നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതായി 2025 നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് നല്ല സിനിമകളുടെ കൂട്ടത്തിൽ ഒന്നാണ് രേഖാചിത്രം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കഥയും വ്യത്യസ്തമായ അതിൻ്റെ കഥയും അതിലെ കഥാപാത്രങ്ങളുമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എൻ്റെ പ്രവർത്തകർ എല്ലാവരും, ആസിഫിക്കുണ്ട്, നമ്മുടെ ജോഫിൻ സാറുണ്ട്, നമ്മുടെ ബാമേച്ചിയുണ്ട്, സാറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. അതൊരു ആസിഫിക്ക, ഈ അടുത്ത് നമ്മുടെ ഒരു വലിയൊരു നടൻ്റെ ഒരു വാക്കുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കിഷ്ടം ടൊവിനോനെയും ഫഹദിനെയാണ്. പക്ഷേ ആസിഫിൻ്റെ പടങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്ര വലിയ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് വിചാരിച്ചിരുന്നില്ല. പക്ഷേ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമകൾ കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നുവെന്ന്. അദ്ദേഹം നല്ലൊരു നടനാണെന്ന് ഞാൻ അംഗീകരിക്കാൻ തോന്നുന്നു. നല്ലൊരു നടനാണ്. ഇത് പറഞ്ഞത് മധുസാറാണ്. ഇതൊരു വലിയൊരു അംഗീകാരമായിട്ട് തന്നെയല്ലേ കാണുന്നത്? സംശയമുണ്ടോ? ഭയങ്കര ധൈര്യം തരുന്ന ഒരു വാക്കും കൂടിയാണ്. കാര്യം അദ്ദേഹം എടുത്തു നോക്കിയാൽ മധുസാറിനെ പറ്റി പറയുവാണെങ്കിൽ സിനിമയിൽ അദ്ദേഹം കൈവയ്ക്കാത്ത ഒരു മേഖലയില്ല. നിർമ്മാതാവ്, സ്റ്റുഡിയോ ഓണർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആക്ടർ, എന്താണ് യു നെയിം ഇറ്റ്, എല്ലാമാണ് സാർ. അപ്പം സാറ് അതുപോലെ ഇത്രയും ജനറേഷൻ മലയാള സിനിമയുടെ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം നോട്ടീസ് ചെയ്തു, ഈ ഏറ്റവും അടുത്തുള്ള സിനിമകൾ വരെ അദ്ദേഹം നോട്ടീസ് ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്, ഇപ്പോൾ ആസിഫിക്കയുടെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മളൊരു യൂത്തിലേക്ക് ഇറങ്ങുന്നു, യോയോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് എല്ലാ മേഖലയും കവർ ചെയ്ത് പോരുകയാണ്. അത് ഇപ്പോഴും നല്ല രസമായിട്ട് തന്നെ നമുക്ക് അംഗീകരിക്കാവുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ് ആസിഫിക്കയുടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളി, വളരെ സന്തോഷം. അതുപോലെ ജോഫിൻ സാർ, ഇതേപോലൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ചുറ്റുമുണ്ട്. ഒരു പഴയൊരു സിനിമ, ആ ഒരു കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം, അതെല്ലാം റീക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക്, ഈ കാസ്റ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ. ഇത് ആരായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടത്, ആരായിരിക്കും ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, ഇവരിലേക്കെല്ലാം എത്തിയത്? ഇതിലങ്ങനെ എനിക്ക് ഈ സിനിമയുടെ കഥ വരുന്ന സമയത്ത് തന്നെ ആദ്യം വന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആസിക്കയാണ്. അന്ന് ആസിക്ക് ഇത്രത്തോളം പോലീസ് റോളുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രീസ്റ്റിന് മുമ്പ് ആലോചിച്ചൊരു കഥയാണത്. പക്ഷെ അന്ന് ഇത് നടത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആദ്യ സിനിമയായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നില്ല അത്. അപ്പോൾ അത് അങ്ങനെ മാറി പിന്നെ പ്രീസ്റ്റ് വന്നു. ഇതിൻ്റെ പ്രശ്നം ഒരുപാട് പേരുടെ അനുമതികൾ വേണ്ടൊരു സിനിമയാണ് ഇത്. അപ്പോൾ അത് എനിക്ക് ആദ്യ സിനിമയ്ക്ക് ഇത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾ ആദ്യം കഥ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അത് ആസിക്കായിരുന്നു അതിൽ കാസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്ന അനശ്വര ഉൾപ്പെടെ, സെറിനുൾപ്പെടെ, ബാമ ഉൾപ്പെടെ ഇവരൊക്കെല്ലാം കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ആണ് ഇതിൻ്റെ ഒരു കാസ്റ്റിങ്ങിലേക്ക് വന്നത്. അനശ്വര ഈ പറയുന്ന നേരുൾപ്പെടെയുള്ള സിനിമകളിൽ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കണ്ടപ്പോഴാണ് ആ ക്യാരക്ടർ അനശ്വര ചെയ്യട്ടെന്നും ആട്ടം കണ്ട സമയത്താണ് ഈ സെറിൻ ഈ ക്യാരക്ടറിലേക്ക് വരുന്നതും. ഞാൻ മദനോത്സവം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിയേറ്ററിൽ എനിക്ക് സിനിമയും വർക്കായി, അതിൽ ബാമ ചെയ്ത ക്യാരക്ടറും വർക്കായി. അതിൽ എനിക്കൊന്ന് ആസിക്കയുടെ ഫസ്റ്റ് കഥ പറയുമ്പോൾ തന്നെ ബാമയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഥ പറയുന്ന സമയത്ത് ഇങ്ങനെ
ആർട്ടിസ്റ്റ് നമുക്ക് ഇതാക്കാം എന്ന് ബാമയോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് സിനിമ തുടങ്ങുന്ന സമയത്താണ് ഞങ്ങൾ പിന്നെ അമ്മയെ ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കാസ്റ്റിംഗ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയ്ക്ക്. നമുക്ക് ഒരാളുടെ പോലും മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഈ സിനിമയുടെ കാസ്റ്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേരുടെ എന്താ പറയുക സിമിലർ ലുക്കിംഗ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന പഴയ കുറേ ടെക്നീഷ്യൻസിൻ്റെ ലുക്കലൈക്സിനെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഈ സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ടെക്നോളജി ഇതിലേക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു ഇതുവരെ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എപ്പോഴും സിനിമകളിൽ കാണുന്ന അല്ല. പ്രത്യേകിച്ച് മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് ഒരു വടക്കം വീരഗാഥയാണ് നമ്മൾ അത്തരത്തിൽ പറയാൻ പറ്റുന്ന ഒരു കഥയുള്ളത്. പക്ഷേ മലയാളത്തിൽ വരുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ഇതേപോലെ ഒരു പടം. ശരിക്കും നമ്മളൊരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ആ സിനിമയെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുക. ഇതതിന് മുമ്പേ പല രീതിയിൽ ഇത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറയാണ്. ഇതൊരു പഴയ നമ്മുടെ ഒരു പ്രമുഖ നടൻ പണ്ട് മമ്മൂക്കയുടെ കാലത്തുണ്ടായിരുന്ന ഒരു സിനിമയും അതിൽ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു കഥയാണെന്നാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അതിലൊരു കാര്യം കൂടി മെയിനായിട്ട് എല്ലാവരും കാര്യം ഇതിൽ മമ്മൂക്കനെ AI വഴിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് എന്താ പറഞ്ഞാൽ ഒന്ന് ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നില്ല. ഈ സിനിമ കാണാൻ വരുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് തിയേറ്ററിൽ നിന്ന് തന്നെ അറിയുക എന്നുള്ളതാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ വരാൻ സാധ്യതയില്ല. അപ്പൊ എന്തുണ്ട് എന്തായാലും അതൊക്കെ എല്ലാം വെയിറ്റ് ചെയ്യുക. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള 2025 വ്യത്യസ്തമായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ അല്ലെ മൊത്തത്തിൽ. അതുപോലെ ഇപ്പോൾ കറക്റ്റ് ടൈം മദനോത്സവം OTT-യിലേക്ക് എത്തിയേക്കുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിട്ട് തിയേറ്ററിൽ ആസ്വദിച്ച് കണ്ട ഒരു സിനിമയാണ് മദനോത്സവം. പക്ഷേ എന്തോ ആളുകൾക്ക് ഒരുപാട് അങ്ങ് എത്തിയിട്ടില്ല എന്തുകൊണ്ടോ. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഇതാ നമ്മുടെ സിനിമയും വരാൻ പോവുകയാണ്. എന്താണ് ഈ സിനിമയിലെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ സിനിമയിലെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ അല്ല ഇവരുടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. മദനോത്സവം കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്തത് ബസൂക്കയായിരുന്നു. പിന്നെയായിരുന്നു ഞാൻ രേഖാചിത്രം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യം റിലീസാവുന്നത് രേഖാചിത്രമാണ്. ഇതിൽ ഞാൻ ആസിഫിൻ്റെ പേരായിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാനൊരു ജേർണലിസ്റ്റാണ് എൻ്റെ ഇതിലത്തെ ക്യാരക്ടർ. അതുപോലെ സെറിൻ ഈ നമ്മളിപ്പോൾ ചെയ്തു വന്നേക്കുന്ന കഥാപാത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ ചെയ്തേക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? പ്രത്യേകത ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വ്യത്യസ്തതയുള്ളൊരു റോളായിരുന്നു. ആൻഡ് ആ വേഷം ചെയ്യാൻ കിട്ടിയതിലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കഥയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നറേഷൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചേർന്നത്. ശരിക്കും ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പോസ്റ്ററുകളാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററുകൾ കഥ പറയാമെന്ന് പറയുന്ന പോലെ നമുക്കിതിനെ ഊഹിച്ചെടുക്കാം. ഒരു പോസ്റ്ററിൽ ഇതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ ആസിഫിക്ക് ഇരിക്കുമ്പോൾ കയ്യിലൊരു ഫിലിമിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും അതുപോലെ ആ ഒരു കിങ് ആ ഒരു ചീട്ടിൻ്റെ അതും അപ്പം നമുക്ക് എല്ലാം കൊണ്ടും പോസ്റ്ററുകൾ വരെ ഇതിൽ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടായിരിക്കും ഡയറക്ഷൻ സൈഡിൽ നിന്ന് നമ്മളിത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആർട്ട് ഇതെല്ലാം അത്യാവശ്യം നല്ല വർക്ക് തന്നെയല്ലേ എൻ്റെ ബാക്കിൽ? ഈ സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അത്യാവശ്യം ഈ പറയുന്ന പോലെ ക്രിയേറ്റീവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ആർട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും എഡിറ്റ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ നിൽക്കേണ്ട ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സിനിമയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് കംപ്ലീറ്റ്ലി ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് ഭയങ്കരമായിട്ട് എടുക്കുന്നില്ല. അത് യെല്ലോ ടൂത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അവരോട് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഥ പറഞ്ഞ സമയത്ത് അവിടെയുള്ള അനീഷും വിമലും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അവർ പറയുന്ന ഐഡിയ ആണ് ഞാൻ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഐഡിയാസ് വളരെ കുറച്ച് അതിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഫസ്റ്റ് മെറ്റീരിയൽ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയം മുതൽ ഈ പറയുന്നൊരു ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആളുകൾ ഭയങ്കരമായിട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ശ്രമം. പിന്നെ ഈ ഇത്തരത്തിലുള്ള റൂമേഴ്സ് ഭയങ്കര സജീവമായിട്ട് ആദ്യം മുതൽ തന്നെ ഉണ്ട്. ചിലർ മമ്മൂക്ക് ഉണ്ടെന്ന് തന്നെ പറയുന്നു. ഈ സിനിമയ്ക്കുള്ള വേറൊരു ഭാഗ്യമുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഈ സിനിമ ഷൂട്ട് തുടങ്ങിയ ശേഷമാണ് തലവൻ റിലീസാവുന്നത്. തലവനിൽ തുടങ്ങി പിന്നീട് അഡിയോസ്, പിന്നീട് ലെവൽ ക്രോസ്, ഇപ്പോൾ വന്ന് കിഷ്കിന്ധകാണ്ഡം എന്ന് പറയുന്ന എല്ലാ അതുപോലെ ഇപ്പോൾ ബാമ ഈ സിനിമ റിലീസാകുമ്പോഴേക്കും മദനോത്സവം വന്ന് ബാമയ്ക്ക് വരുന്നു. അതുപോലെ തന്നെ അപ്പു പ്രഭാകർ, ഞാൻ അപ്പുവിൻ്റെ ഈ സിനിമോട്ടോഗ്രാഫറാണ്.
അപ്പുവിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ലെവൽ ക്രോസ് ഇറങ്ങിയതിന് മുമ്പാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അത് ലെവൽ ക്രോസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അപ്പുവിനും വേറൊരു രീതിയിലുള്ള എല്ലാ ഇതും കിട്ടുന്നു. അതേപോലെ തന്നെ മുജീബ് കിഷ്കിന്ദകാണ്ഡത്തിന് മുമ്പ് കമ്മിറ്റ് ചെയ്ത, കിഷ്കിന്ദകാണ്ഡം റിലീസാവുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്ത വർക്കാണ്. അപ്പോൾ അങ്ങനെ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിനെയും നല്ല കറക്റ്റ് ആയിട്ട് ആ ദീർഘവീക്ഷണമാണ്. അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് അത്. ആസിഫിക്ക, നമ്മൾ ഓരോ ക്യാരക്ടർ, ഇപ്പോൾ പോലീസ് ക്യാരക്ടറുകളാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരാൾക്ക് മാറാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കാണെങ്കിൽ പിന്നെ ഒബ്സർവേഷൻ ആയിരിക്കും. ഒരാളെപ്പോലെ നമ്മൾ മിമിക് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെപ്പോലെ ഇപ്പം ഇതിൽ ചെയ്തേക്കുന്ന ഒരു പോലീസ് ഓഫീസർ എവിടെയെങ്കിലും ലൈഫിൽ കണ്ടതായിട്ട് ആരെങ്കിലും ആയിട്ടുണ്ടോ, സാമ്യമുണ്ടോ? കണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതിന് കൃത്യമായ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഈ ക്യാരക്ടർ ഇയാൾ എന്താണെന്നുള്ളതും ഇയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നുള്ളതും എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്ക്രീൻ പ്ലേയിലും തന്നിട്ടുണ്ട്. പിന്നെ ഇവർ ജോഫിനാണെങ്കിലും ജോൺ ആണെങ്കിലും ഓരോ ഷോട്ടിനും മുന്നേ വന്നിട്ട് ഇയാളുടെ മാനറിസംസിനെ പറ്റിയിട്ടും ഇയാളുടെ ഹാബിറ്റ്സിനെ പറ്റിയിട്ടും ഒക്കെ ഇയാളുടെ ഒരു ഹാബിറ്റ് ഉണ്ട്. ആ ഹാബിറ്റ് ഈ സിനിമയിൽ മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പോലീസ്, ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ നമുക്ക് ഈ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കരമായ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ എത്രത്തോളം പറ്റും എന്ന് എനിക്കറിയില്ല. അൺലെസ് ഇയാൾക്കൊരു ഭയങ്കരമായ ഹിസ്റ്ററി ഉണ്ടെന്നൊക്കെ പറയുന്നത് അല്ലാതെ പോലീസ് മാനേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ പോലീസുകാർക്കും ഇവർ യൂണിഫോം ഇടുന്നതിൻ്റെ കൂടെ ഇവരൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ പോലീസുകാർ അവരൊരു പോലീസുകാരനായിട്ട് ഇവർക്ക് സെറ്റ് ചെയ്തൊരു ക്യാരക്ടറിലാണ് അവർ ഓൾറെഡി നിൽക്കുന്നത്. അതുകൊണ്ട് പോലീസ് ക്യാരക്ടേഴ്സ് വളരെ സിമിലർ ആയിരിക്കും പല സമയത്തും. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കാര്യം ഈ തലവൻ ഇറങ്ങുന്നത് വരെ ആ ഒരു വെല്ലുവിളി ഇല്ലായിരുന്നു. കുറ്റവും ശിക്ഷയാണെങ്കിലും കൂമനാണെങ്കിലും തലവനാണെങ്കിലും മൂന്ന് പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു, 3 സ്വഭാവമുള്ളവരായിരുന്നു. അപ്പൊ വീണ്ടും ഒരു പോലീസ് വേഷം വന്നപ്പോൾ ആൾക്കാർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എന്ത് മാറ്റമാണ് ഇതിൽ കൊണ്ടുവരുന്നത്? ഇതിലൊരു ചെറിയൊരു മാറ്റങ്ങളേലും വരുത്തണ്ടേ? ശ്രമിച്ചിട്ടുണ്ട്, നോക്കാം. അതെ, അതുപോലെ നമുക്ക് ഓരോ സിനിമയിൽ നിന്ന് കിട്ടുന്നത് ഓരോ പാഠമാണ് അല്ലേ? സാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെയ്തേക്കുന്നതെല്ലാം ഇപ്പം അപ്പുറത്ത് ഹിന്ദിയിലാണെങ്കിലും ഇവിടെ എല്ലാം ചെയ്തേക്കുന്ന ഓരോന്നിലും ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്, ഓരോ ലൊക്കേഷനിൽ നിന്നും ഓരോ വർക്കിൽ നിന്നും. ഇതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിച്ചേക്കുന്നത്? ഓഫ് കോഴ്സ് ഓരോ സിനിമയിൽ നമ്മൾ പോകുമ്പോൾ വേറെ ചിലപ്പോൾ അത് ക്യാരക്ടർ വൈസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മളെ തന്നെ നമ്മുടെ വ്യക്തിത്വം കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്തത് ലൈക്ക് ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ അവരുടെ റെസ്പോൺസും അവരുടെ പ്രൊഫഷണലിസം അവരുടെ ഹാർഡ് വർക്കുമാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തത്. അത് എൻ്റെ ഏറ്റവും വലിയൊരു ടേക്ക് അവേ ആണ് ഈ സിനിമയിൽ നിന്ന്. എന്തായാലും നമ്മൾ ഇപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ പാട്ടാണെങ്കിലും എല്ലാ ദാസേട്ടനൊക്കെ പറയില്ലേ, ഒരിക്കലും ഇത് ഞാൻ പഠിച്ചു കഴിയില്ല, ഓരോ പാട്ട് പാടുമ്പോഴാണ് അതിൽ നിന്ന് ഓരോന്ന് പഠിക്കണേന്ന്. എല്ലാവർക്കും ഓരോ പാഠങ്ങളും ഓരോ സിനിമയിൽ നിന്ന് പഠിക്കാറുണ്ട്. നമ്മളിപ്പോൾ മദനോത്സവത്തിൻ്റെ കഴിഞ്ഞിട്ട് ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട് ആൾക്കാരുടെ ഇടയിൽ, ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഒരു നിഷ്കളങ്കയായിട്ടുള്ള ഒരു സ്ത്രീ. ഇപ്പം നേരെ ജേർണലിസം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ കണ്ടേക്കുന്ന ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവറുള്ള ഒരാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അല്ലെ ആ കഥാപാത്രത്തിലേക്ക്? ഇതിനകത്ത് മോർ ഓഫ് ഭയങ്കര ബോൾഡായ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് രേഖാചിത്രത്തിൽ വന്നേക്കുന്നത്. മദനോത്സവത്തിൽ പറഞ്ഞ പോലെ ഭയങ്കര സാധുവായ ഒരു സ്ത്രീയാണ്. ഇത് എനിക്ക് കൂടുതൽ മറ്റേ പ്രോസസ്സ് ഇടാനുണ്ടായിരുന്നത് മദനോത്സവത്തിലേക്കായിരുന്നു. കാരണം കുറച്ചുകൂടി മുതിർന്ന സ്ത്രീയായി നമ്മൾ പോർട്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏജിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമാകുന്ന സമയത്ത് അതിനായിരുന്നു കുറച്ചുകൂടി ഈ ഒരു പ്രിപ്പറേഷൻസും പ്രോസസ്സും വേണ്ടി വന്നത്. രേഖാചിത്രത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബോൾഡായ ഒരു പരിപാടി ആയതുകൊണ്ട് അത്രമാത്രം ഒരു എന്താ പറയുക ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഇത് കുറച്ച് ബോൾഡായ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് മദനോത്സവത്തിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സ് ഈ ഒരു ക്യാരക്ടറിന് ഉണ്ടായിരുന്നില്ല. പൊതുവെ ഞാൻ കുറച്ച് ബോൾഡാണ്. ശരിക്കും അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയാണ്. ശരിക്കും നമുക്കിപ്പോൾ എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും സെറ്റിലൊക്കെ എല്ലാവരും ഭയങ്കര കംഫർട്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഈ ശരിക്കില്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പഴയ ആളുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ സിബി മലയിൽ സാറിനെ എല്ലാം കണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പണ്ടത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വട്ടം കൂടി ഇരുന്നിട്ടായിരിക്കും ഒടുവിലേട്ടനും പപ്പുവേട്ടനൊക്കെ കോമഡീസ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ടാണെന്ന് പറയാം. അങ്ങനെ നമുക്ക് സെറ്റിൽ അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാറുണ്ടോ? ഇപ്പോൾ പറ്റാറുണ്ട്. ഇപ്പോൾ പറ്റാറുണ്ട്. ഇപ്പോൾ അതിനുള്ളൊരു
ഫ്രീഡം നമുക്ക് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. സിനിമയ്ക്ക് എപ്പോഴും ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കൊരു കോളേജ് ലൈഫും എൻ്റെ ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഒക്കെ പോലെ തന്നെയാണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. കാര്യം അവിടെ ആക്ടേഴ്സ് മാത്രമല്ല, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അവരായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം അതൊക്കെ ഭയങ്കര, ഈ പറയുന്ന ഒരു 10-65 ദിവസം നമ്മളൊരു ടീമായിട്ട് തന്നെ നിൽക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ എപ്പോഴും ഫുൾ ടൈം നമുക്ക് ഷോട്ട് കഴിയുമ്പോൾ ഇപ്പം ആളുകൾ പറയുന്നുണ്ട് എല്ലാവരും ഷോട്ട് കഴിഞ്ഞ് തിരിച്ച് ക്യാരവനിലേക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഫണ്ട് നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് സമയത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് ആണത്. ഇപ്പോൾ അന്ന് എത്രത്തോളം ആളുകൾ ഈ ഷൂട്ടിംഗ് പ്രോസസ്സിൻ്റെ ഇടയിലേക്ക് ആളുകൾ ഇടിച്ച് കയറുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയില്ല. കാര്യം അന്ന് ദൂരെ നിന്ന് ഷൂട്ടിംഗ് കാണുന്നൊരു സമയമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊബൈൽ ഫോൺസ്, വീഡിയോ ക്യാമറാസും കുറവുണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഫ്രീ ടൈമിൽ നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഷൂട്ടിങ്ങിന് അതൊരു ഡിസ്ട്രാക്ഷൻ ആവും. അവിടെ ഷൂട്ട് നടക്കുമ്പോൾ ഇവിടെ നമ്മൾ പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുടെ ബഹളമൊക്കെ കാരണം ചിലപ്പോൾ ഷൂട്ടിങ്ങിന് അതൊരു പ്രശ്നമായേക്കാം. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് വരേണ്ടത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ടീം വർക്കിനൊന്നും ഒരിക്കലും ഒരു മാറ്റവും വന്നിട്ടില്ല. എല്ലാവരും എൻ്റെ ഇപ്പോൾ ഞാൻ ആ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷേ 2 സിനിമയുടെ എക്സ്പീരിയൻസിലും ഇപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ ക്യാരവനിൽ പോകാന്നൊക്കെ പറയുന്നത് പറഞ്ഞു കേൾക്കുന്നല്ലാതെ അങ്ങനെ ഇപ്പോൾ മമ്മൂക്ക് ഉൾപ്പെടെ, ഞാൻ ആദ്യ സിനിമയതും മമ്മൂക്ക് മഞ്ചേച്ചി വെച്ചിട്ടായിരുന്നു. എനിക്കത് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അവരിപ്പോൾ മമ്മൂക്കയാണെങ്കിലും ആസിക്കാണെങ്കിലും ഒക്കെ ഒരു സീൻ കഴിയുന്ന സമയത്ത് വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും അടുത്ത ലൈറ്റപ്പിനും പരിപാടിക്കൊക്കെ. ആ സമയത്ത് ക്യാരവനിലേക്ക് പോകുന്നല്ലാതെ ഒരു സീൻ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് എടുക്കുന്ന സമയത്ത് അങ്ങനെ ക്യാരവനിൽ പോയിരിക്കുമോ അങ്ങനെയൊന്നുമില്ല. എനിക്കത് പൊതുവെ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴും ചില ആളുകൾ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നുണ്ട്. പഴയ ഒരു ബോണ്ടിങ് ആളുകൾ തമ്മിലില്ല. എല്ലാവരും കട്ട് പറഞ്ഞ നേരെ കാരണങ്ങളിലേക്ക് പരസ്പരം കാണുന്നില്ല എന്നൊരു, അല്ല അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. അത് പക്ഷേ ഞാൻ വർക്ക് ചെയ്ത 2 സിനിമയിലും എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ നേരത്തെ കൊണ്ട് വലിയൊരു കാര്യം, പണ്ട് മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആൾക്കാർ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് തന്നെയാണ്. ശല്യപ്പെടുത്തലോ ബഹളം ഉണ്ടാക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശല്യപ്പെടുന്നല്ല, അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആളുകൾ നേരിട്ട് കാണുമ്പോൾ അടുത്ത് ചെല്ലാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണത്. അപ്പൊ അത് ഒരിക്കലും നമുക്കും അതൊരു ശല്യമല്ല, പക്ഷെ ഷൂട്ടിങ്ങിന് അതൊരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. ശരിക്കും നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ എടുക്കില്ലല്ലോ. ചിലവരോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ മനോജ് ഏട്ടൻ ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ട്. അപ്പം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഓട്ടോമാറ്റിക്കലി മനോജ് ഏട്ടന്റെ ചുറ്റും എല്ലാവരും വന്നിരിക്കുവാണ്. പാട്ട് പാടാറില്ലേ സെറ്റിലൊക്കെ ഇരുന്ന്? പിന്നെ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഗായകനാണ്, പാടാറുണ്ടോ സെറ്റിലൊക്കെ? പാടും. മനോജ് ഏട്ടൻ നല്ല പാടും, നന്നായിട്ട്. ഭയങ്കര മനോജന്റെ സർക്കാസം അടിപൊളിയാണ്. നമുക്ക് മനസ്സിലാവില്ല, നമ്മളെ കളയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ ഈവൻ അശോകേട്ടൻ, ഇന്ദ്രൻ ചേട്ടനൊക്കെ ഈ പറയുന്ന പോലെ തന്നെയാണ്. മൂപ്പര് ഒരിക്കലും ഇപ്പൊ ഡ്രസ്സ് മാറാൻ പോലും ക്യാരവനിലേക്ക് പോകില്ല. ആ സമയത്ത് അവിടെ നിന്ന് വർത്താനം. അപ്പൊ നമുക്ക് ശരിക്കും പേഴ്സണലി ഞങ്ങളെല്ലാവരും സ്ക്രീനിൽ കണ്ട് വളർന്നവരാണ് ഇവരെല്ലാം. അപ്പൊ ഇവരുടെ കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അതിനാണ് ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നത്. അതിലൊരു ചാൻസ് ആയിട്ടാണ് കാണുന്നത് നമ്മള്. ഈ ഓരോ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ കൾച്ചറല്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് ബന്ധം പുലർത്താൻ പറ്റുന്നൊരു മേഖലയാണ് സിനിമ. ഓരോ മേലും ഇപ്പോൾ പാലക്കാടുള്ള കൾച്ചർ ആയിരിക്കില്ല ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോൾ. ഇങ്ങനെ പല സ്ഥലം നമുക്ക് ചെന്നൈയിൽ ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ ആസിഫിക്കിനോട് ചോദിക്കണമെങ്കിൽ ഏറ്റവും ഇങ്ങനെ മാറ്റി പറയാൻ പറ്റില്ല, എന്നാലും പറയാണ് ഒരു വ്യത്യസ്തത തോന്നിയ ഒരു സ്ഥലം ഏതാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ? അങ്ങനെ മലബാറാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഷൂട്ടിങ്ങിന് ചെല്ലുന്ന സമയത്തുമൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നത്. കാര്യം അവിടെ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ നാടുകളിലും ഷൂട്ടിങ് വളരെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഈ കണ്ണൂർ, കോഴിക്കോടൊക്കെ, കണ്ണൂരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എയർപോർട്ട് വന്നതിന് ശേഷമാണ് ഈ കഴിഞ്ഞ കുറച്ചൊരു ലാസ്റ്റ് ഒരു 5-6 വർഷത്തിലാണ് ഇത്രയും ഷൂട്ടുകളൊക്കെ വന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ആൾക്കൂട്ടവും ഒക്കെ ഉണ്ട്. ബാക്കി ഇപ്പൊ എറണാകുളത്തൊന്നും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അല്ലേ എല്ലാരും വന്ന് ഇങ്ങനെ ഒന്ന് നോക്കി അങ്ങനെയൊക്കെ പോവുക. കാര്യം എല്ലാ റീൽസ് എടുക്കുന്ന ആളുകളെ മുതൽ നമുക്ക് റോട്ടി കാണാൻ പറ്റും എറണാകുളത്ത്. ഷൂട്ടിംഗ് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ കൊച്ചിക്കാർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പല ഭാഗത്തുനിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നത് എറണാകുളത്ത് കുറച്ച് സിനിമാടന്മാരെ കണ്ടിട്ട് വരാം, ഇങ്ങോട്ടേക്ക് വരുന്നവരുണ്ട്. അതെ, പിന്നെ ഇപ്പൊ ഞാനൊക്കെ വന്ന സമയത്ത് പനമ്പള്ളി നാട്ടില് മമ്മൂക്കയുടെ വീടിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വന്ന് കറങ്ങി ഇങ്ങനെ പോവാം. അതൊരു സർക്കിളായിരുന്നു. അപ്പൊ അത് ഈ എറണാകുളം കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന്റെ ചുറ്റും ഒന്ന് റൗണ്ട് അടിച്ച് വരണം. വലം വെക്കണം അല്ലേ? അത് ഈ നമ്മള്
റിലീജിയസ് ആയിട്ട് പറയുമ്പോൾ ഈ മക്കത്ത് പോകുമ്പോൾ തവാഫ് ചെയ്യാന്ന് പറയുന്നു ചുറ്റും. അങ്ങനെ പറയുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു എനിക്ക്. മമ്മൂക്കാടെ വീടിന് ചുറ്റുമുള്ള തവാഫും കൂടെ കഴിഞ്ഞാൽ തിരിച്ചു പോവാം. ഏതായാലും അതുപോലെ ആസിഫ് ഒരു കാര്യം കൂടി, പലരും ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാ, ഇപ്പം എല്ലാവരും തമിഴിലേക്ക് പോകുന്നുണ്ട്, വേറെ ഭാഷകളിലേക്ക് പോയി അഭിനയിക്കുന്നുണ്ട്. ആസിഫിക്ക് എന്താ പോവാത്തത്? വിളിക്കാണ്ടാണോ പോകാണ്ടാണോ? രണ്ടും ഉണ്ട്. കാര്യം എനിക്ക് വിളി വന്ന സമയത്ത് അതിനേക്കാൾ നല്ല സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ട്. മലയാളത്തിൽ അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ മാർക്കറ്റ് വലുതാക്കണം, എൻ്റെ ബിസിനസ് വലുതാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്യഭാഷകളിലും കൂടെ ഞാൻ പരിചിതനാവണം. അപ്പോൾ ചെയ്യണം. പക്ഷെ എനിക്ക് എത്രത്തോളം കംഫർട്ടബിളായിട്ട് അവിടെ പറ്റും. കാര്യം ഞാൻ ജനിച്ച് വളർന്ന് സംസാരിക്കുന്ന എൻ്റെ ഭാഷ, അത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഈസിനെസ് എത്രത്തോളം എനിക്ക് മറ്റൊരു ഭാഷയിൽ കിട്ടും എന്നുള്ള പേടി എനിക്കുണ്ട്. അതാണ് ഒരു മെയിൻ ഫാക്ടർ. ഞാൻ ഈ പല സിനിമകളുടെയും ലാസ്റ്റ് റൗണ്ട് ഡിസ്കഷനിൽ ഞാൻ മുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അതൊരു ഫാക്ടറാണ്, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഈ അതുപോലെ തന്നെ നമ്മൾ ഈ സ്ലാങ്, നമ്മൾ സംസാരിക്കുന്ന വ്യത്യസ്തമായ പല പല സ്ലാങ്ങുകളുണ്ടല്ലോ. ഇപ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് ആണെങ്കിലും ഈ സ്ലാങ് അതെന്തെങ്കിലും ബുദ്ധിമുട്ട് വരാറുണ്ടോ? എനിക്കത് അങ്ങനത്തെ ഇപ്പോൾ കോട്ടയം, ഇപ്പോൾ ഭയങ്കരമായിട്ട് കോട്ടയം ഭാഷ, കോട്ടയംകാർ പറഞ്ഞ ആസിഫ്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ആസിഫ് അത് ഞങ്ങളുടെ നാട്ടുകാരനല്ലേ, നീ സിനിമ കണ്ടിട്ടില്ല ആ ഭാഷ പറയണത്, കറക്റ്റ് അല്ലേ ഇതൊക്കെ? ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സ് എനിക്കിപ്പം ലാസ്റ്റ് കിട്ടിയ അഡിയോസ് അമീഗോ വരെയുള്ള ക്യാരക്ടറും ഞാൻ അന്ന് പറഞ്ഞു. അഡിയോസ് അമീഗോ ചെയ്യുമ്പോൾ എനിക്കൊരു നോർത്ത് പറവൂരായിരുന്നു എൻ്റെ ക്യാരക്ടർ വരേണ്ടത്. അപ്പം നെസ്ലിൻ സിനിമകൾ കണ്ടാണ് ഞാൻ ആ സ്ലാങ്ങും, നെസ്ലിൻ ആയിരുന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എൻ്റെ കൂടെ, ഞാൻ എല്ലാ സീൻസ് എടുത്തിട്ട് കണ്ടിട്ടാണ്. അപ്പം അങ്ങനെ ആ എഫേർട്ട് ഇടാൻ എനിക്ക് ഈ ഭാഷ മലയാളം അറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് പറ്റുന്നത്. അപ്പം അത് ശ്രമിക്കും ഞാൻ. എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അത്തരത്തിലൊരു ഏരിയ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും എന്താ പറയുക ബെസ്റ്റ് എന്ന് പറയാൻ മമ്മൂക്കയാണ്. അപ്പം ഈ ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊക്കെ അറിയാം അയാൾ ഏത് നാട്ടുകാരനാണെന്ന്. അതെ, ചെയ്യുന്ന കഥാപാത്രങ്ങളിലും ആ ഒരു അതെ ഡീറ്റെയിലിംഗ് ഭയങ്കര രസമായിട്ട് വരുമല്ലോ. അതെ അതെ. ഇപ്പം നമ്മൾ ഇത്രയും വലിയൊരു സബ്ജക്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മളൊരു മെയിനായിട്ട് 1-2 പേരോട് സജഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. രണ്ടല്ല, ഒരുപാട് പേരോട് ചോദിക്കും. ഈ കഥ തുടങ്ങുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് വേറെ? അല്ല, ഇത് എൻ്റെ കഥയല്ല, ഇത് രാമു സുനിൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ രാമും ജോൺ മന്ത്രിക്കൽ എന്ന് പറയുന്ന വേറൊരു റൈറ്ററുണ്ട്, അൻമതി കലിപ്പിലാണൊക്കെ എഴുതിയ ജോൺ മന്ത്രിക്കലും, ഇവർ രണ്ടുപേരും കൂടെയാണ് ഇതിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് തന്നെ കുറേ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും എളുപ്പമായിരുന്നു. അപ്പോൾ അവർ പറയുന്ന ആ സ്റ്റോറി അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ചെയ്തു വെക്കാൻ ഒരു സെൽഫായിട്ടൊരു തോന്നുന്നുണ്ടോ? അത് ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, എന്തായാലും സിനിമ ഇനിയിപ്പോൾ എന്തായാലും റിലീസിന് ഒരുങ്ങുകയാണ്. ജനുവരി 9 നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2025 ഇപ്പം നമ്മളെ ഞെട്ടിച്ചു തുടങ്ങി ഒരു സൈഡ് ചെയ്ത്. അപ്പം എന്തായാലും ആ ഒരു ഹിസ്റ്ററിയിലേക്ക് എത്തട്ടെ. രേഖാചിത്രം എല്ലാം കൊണ്ടും എല്ലാവരും എപ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ. എന്തായാലും ടീമിനും ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പല രീതിയിൽ. എല്ലാ ക്യാമറയ്ക്ക് മുമ്പിലും പിന്നിലും നിൽക്കുന്നവരും എല്ലാവരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ആശംസകൾ തരികയാണ്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.